ഇതാ നമ്മുടെ അരാന്ത്ര പ്ലാന്റ് പിന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ മൊക്കാറ പ്ലാന്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് പേര്. പക്ഷെ നമുക്ക് ഇപ്പം ഈ തവണ സ്റ്റോക്ക് വന്നിട്ടില്ല, മൊക്കാറയുടെ സ്റ്റോക്ക് വന്നിട്ടില്ല. അപ്പം പഴയ പ്ലാന്റ് മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതാ ഇങ്ങോട്ട് നോക്കിയേ, അപ്പോൾ ഇങ്ങോട്ട് നോക്കിയേ, ഇത് കണ്ടോ നമ്മുടെ അരാന്ത്ര പ്ലാന്റ്സ് ആണ്, മൊത്തം അരാന്ത്രയാണ് കേട്ടോ. നല്ല സ്പൈക്കുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നോക്കിക്കോ, എല്ലാ റൂട്ടൊക്കെയുള്ള നല്ല പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്നത്. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ അതേപോലെ ഇതാ നമ്മുടെ ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ് നമുക്ക് വന്നിട്ടുണ്ട്. ഇതാ നല്ല സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു 110 രൂപ 160 രൂപ റേഞ്ചിലുള്ള സീഡ്ലിങ്സ് ആണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ളത് കണ്ടോ. ചിലതൊക്കെ നല്ല സൈസുള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ കുറേ കളറിലേ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാറ്റലോഗ് ഞാൻ ഇട്ടേക്കാം. പിന്നെ ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ്. ഇത് കണ്ടോ, ഇത് നമ്മുടെ അടിപൊളി ഒരു മൊക്കാറ പ്ലാന്റ്സ് ആണ്. എന്തൊരു കളറാണെന്ന് നോക്കിയാൽ നല്ല ചുവപ്പ് കളറിലുള്ള മൊക്കാറയാണിത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കളക്ഷനിലുള്ള പ്ലാന്റ്സ് ആണ്. അപ്പം നമ്മളിങ്ങനെ കളക്ഷനകത്ത് ഒരുപാട് പ്ലാന്റ്സ് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ദൂരെ നിന്നൊക്കെ ഒരുപാട് പേര് നമ്മളെ പ്ലാന്റ്സ് വാങ്ങിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ കുറേ പ്ലാന്റ്സ് അവർക്ക് കൊടുക്കേണ്ടി വന്നു. കാരണം ദൂരെ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ പ്ലാന്റ്സ് നമുക്ക് നമ്മുടെ കളക്ഷനിലുള്ള കുറേ പ്ലാന്റ്സ് കൊടുക്കേണ്ടി വന്നു. ഇതെല്ലാം കണ്ടോ, ഡെൻഡ്രോബിയത്തിൻ്റെ ഒരു ട്വിസ്റ്റഡ് വെറൈറ്റിയാണ്. നല്ല രസമില്ലേ പൂക്കൾ കാണാൻ, ബഞ്ചസായിട്ട് ഇങ്ങനെ പൂക്കളുണ്ടാകും, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഈ മൊക്കാറ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇത് ഈ കളക്ഷൻ വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ഒന്നും ഞാൻ സെയിൽ ചെയ്യുന്നില്ലെന്ന് ഞാൻ പറഞ്ഞത്. അത്രയ്ക്ക് എനിക്ക് ഈ കളറ് നല്ല ഒരു ചുവപ്പ് കളറാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനത് ഇങ്ങനെ കൊടുക്കാതെ വെച്ചിരിക്കുകയാണ്. ഇനിയും പുതിയ കുറേ കളക്ഷൻസ് നമുക്ക് ഇപ്പം പൂക്കാനുള്ളതുണ്ട് കേട്ടോ. അതൊക്കെ ഇനിയും പൂ പിടിച്ച് വരുമ്പോഴത്തേക്ക് അതേപോലെ ആരെങ്കിലുമൊക്കെ അത് കൊണ്ടുപോകത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കിതൊരു ഭയങ്കര ഇഷ്ടമാണ്. ഇതൊന്ന് വളർത്തി മൊത്തം ഇങ്ങനെ പൂവായി നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് ഒരുപാട് പേര് വിളിക്കുകയും നേരിട്ട് വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പ്ലാന്റ്സ്, ഈ പൂവുള്ള പ്ലാന്റ്സ് ഒരുവിധം ഏകദേശം എല്ലാം തീർന്നു. അപ്പോൾ എന്താ ഈ ഒരു അരാന്ത്ര പ്ലാന്റ് ഞാൻ ഒരു പല രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിതാ ഇതൊരു ഗോപുരം പോലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാ ഇതേപോലെ ഒരു സ്റ്റാൻഡുണ്ട്, അതിനകത്ത് ഞാൻ അരാന്ത്ര പ്ലാന്റ് സെയിലിനുള്ളതായതുകൊണ്ടാണ് ഇതാ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പം നിറയെ പൂവും മൊട്ടുമൊക്കെ ആയിട്ടുള്ള നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഒന്നിച്ച് കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ ഇത് കഴിഞ്ഞ തവണ നമുക്ക് വന്ന അരാന്ത്ര ഇതേപോലെ നമ്മുടെ കസ്റ്റമർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതൊക്കെ വന്നത് പെട്ടെന്ന് തന്നെ നമുക്കിത് തീർന്ന്, കാരണം അത്രയ്ക്ക് ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ നിൽക്കുന്നത് കാണാൻ. അപ്പോൾ ഇത് കാണുന്നവർ 1-2 എണ്ണമൊക്കെ അങ്ങനെ എടുത്തുകൊണ്ട് പോകും കേട്ടോ. അപ്പോൾ നമുക്കൊരു ഗാർഡനൊക്കെ അലങ്കരിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാന്റാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ആനി ബ്ലാക്ക് അല്ല. എല്ലാവരുടെയും വിചാരിച്ചത് ആനി ബ്ലാക്ക് ആണെന്നാണ്. ആനി ബ്ലാക്ക് കുറച്ചുകൂടെ പടർന്ന് കയറിയാണ് പൂ പിടിക്കാറുള്ളത്. പക്ഷേ ഈ അരാന്ത്ര അങ്ങനെയല്ല. ഇത് നന്നായിട്ടൊന്ന് സെറ്റായി കഴിഞ്ഞാൽ നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ നിറയെ പൂ പിടിക്കും കേട്ടോ. ഇത് നല്ല ഭംഗിയുമാണ് കാണാൻ, ഒരുപാട് പൊക്കത്തിൽ പോകത്തില്ല. അതിന് മുമ്പ് തന്നെ ഇത് പൂ പിടിച്ച് വരും. പിന്നെ നമുക്ക് ഇത് വളരുന്നതനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റി പുതിയ തൈകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.